السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ ഹാറൂത്ത് മാറൂത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിന് ഹസ്രത്ത് ഖലീഫത്തുള്ള തുടർന്ന് പറയുന്നു. മോറോവർ, മാത്രമല്ല, ഹാറൂത്ത് ആൻഡ് മാറൂത്ത് ഡിഡ് നോട്ട് കൺസീൽ എനി ഇൻഫർമേഷൻ about the knowledge they distributed. അവരുടെ അന്വേഷണത്തിലും കണ്ടുപിടുത്തത്തിലും അറിവിനോടുള്ള അതിയായ വാഞ്ചയിലൂടെയും നേടിയെടുത്ത ഒരു വിവരങ്ങളും അവർ മറച്ചു വച്ചില്ല. ഹാറൂത്ത് ആൻഡ് മാറൂത്ത് ഡിഡ് നോട്ട് കൺസീൽ, അവർ മറച്ചു വച്ചില്ല എനി ഇൻഫർമേഷൻ, ഒരു വിവരവും, എബൌട്ട് ദ നോളജ് ദേ ഡിസ്ട്രിബ്യൂട്ടഡ്, അവർക്ക് ലഭ്യമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി അതിൽ നിന്നുള്ള ഒരു വിവരവും അവർ മറച്ചു വച്ചില്ല. ദ നോളജ്, അവർക്ക് കിട്ടിയ അറിവ്, ഇഫ് പുട്ട് ടു ഗുഡ് യൂസ്, അവ നിങ്ങൾ നല്ല പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ, അവർക്ക് കിട്ടിയ അറിവ് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ, കുഡ് സെർവ് എ ഗുഡ് പർപ്പസ്, അത് ഒരു നല്ല ലക്ഷ്യത്തിന് സേവനം ചെയ്യുന്നതായി മാറും. അപ്പോൾ അവരിൽ നിന്നും കിട്ടിയ അറിവ് നാം മനസ്സിലാക്കിയ ശേഷം ആ അറിവ് നല്ല കാര്യത്തിനായി പ്രയോഗവൽക്കരിക്കുകയാണെങ്കിൽ അത് നല്ല ഒരു ലക്ഷ്യബോധത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. ബട്ട് ഇഫ് പുട്ട് ടു ദ സർവീസ് ഓഫ് ഈവിൾ, ഇനി ഈ കിട്ടിയ അറിവിനെ മോശം കാര്യത്തിനായിട്ടാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ, ക്യാൻ ബി ഡിസാസ്ട്രസ്, അതവർക്ക് വിനാശകരമായ കാര്യമായിരിക്കും. വിശുദ്ധ ഖുർആനിലുടനീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് വഴികളെക്കുറിച്ച് അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയും പറഞ്ഞു തരികയും ഉപദേശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും സന്തോഷവാർത്ത അറിയിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിൽ പറയുന്ന നല്ല കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നതുപോലെ ഉള്ള ലക്ഷ്യങ്ങൾ നേടുവാൻ കഴിയും. ഇനി അത് നിങ്ങൾ അപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ലോകത്തും പരാജയപ്പെടും, പരലോകത്തും പരാജയപ്പെടും. ഇതാണ് മുന്നിൽ വെക്കുന്ന ആ രണ്ട് പാതകൾ. ഇവിടെ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന അറിവിനോട് വളരെയധികം താല്പര്യമുള്ള, നമുക്കറിയാമല്ലോ, ഒരു സമൂഹത്തിൽ അറിവുള്ളവർ വളരെ കുറവായിരിക്കും. എല്ലാം കേട്ടുകേഴ്വികളും പഴഞ്ചൊല്ലുകളും
എന്തെങ്കിലുമൊക്കെയുള്ള പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ്. ചിന്ത ശക്തി അവർക്ക് വേണ്ടതുപോലെ അവർ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഖുർആൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരായ ആളുകൾ ഈ ഖുർആൻ ക്ലാസ് എങ്ങനെങ്കിലും ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഉടനെ പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ കിടന്നുകൊണ്ടായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരം വെളുത്തു, പ്രഭാതമായി, നിങ്ങൾ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും നോക്കൂ, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. അവർ നിദ്രയിൽ പോവുക അല്ല. അപ്പോൾ അവർ പ്രവർത്തനക്ഷമത ആയ പ്രവൃത്തിയിലേക്ക് അവർ മാറുകയാണ്. ഇതുപോലെ ബുദ്ധിയും വിവേകവും തന്നിരിക്കുന്ന നമ്മൾ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാതിരിക്കുക, ഉറങ്ങാൻ നൽകിയ സമയം ഉറങ്ങാതിരിക്കുക, ഉണർന്നിരിക്കേണ്ട സമയവും പ്രവർത്തിക്കേണ്ട സമയവും ഉണർന്നിരിക്കാതിരിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ, അതല്ല എങ്കിൽ അവരുടെ അനാസ്ഥ കൊണ്ട്, അവരുടെ അഹങ്കാരം കൊണ്ട് അവർ അവരുടേതായ ഒരു പാത സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ആർക്കും ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയുന്നില്ല. ഇവിടെ ഇപ്പം പറഞ്ഞത് എന്താണ്? ദ നോളജ്, അറിവ് എന്നത്, ഇഫ് പുട്ട് ടു ഗുഡ് യൂസ്, നിങ്ങളത് നല്ല ഉപയോഗത്തിനു വേണ്ടി, നല്ല കാര്യത്തിനു വേണ്ടി ആ അറിവിനെ ഉപയോഗിക്കുകയാണെങ്കിൽ, കുഡ് സെർവ് എ ഗുഡ് പർപ്പസ്, അത് ഒരു നല്ല ലക്ഷ്യത്തിന് സേവനം ചെയ്യുന്നതായി മാറും. ബട്ട് ഇഫ് പുട്ട് ടു ദ സർവീസ് ഓഫ് ഈവിൾ, ഇനി നിങ്ങൾക്ക് കിട്ടിയ ഈ അറിവിനെ മോശം കാര്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്, ആ കഴിവ് നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തു പറ്റും? അതൊരു തെറ്റായ സേവനം നിങ്ങൾ ചെയ്യുകയാണ്. ആ തെറ്റ് നിങ്ങളെ ഒരിക്കലും നന്മയിലേക്ക് കൊണ്ടുപോവുകയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ പല രീതിയിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് കിട്ടിയ അറിവിൻ്റെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരത്തിലുള്ള തൊഴിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഒരു ആരാധനാലയം ഉണ്ടെങ്കിൽ ആ ആരാധനാലയത്തെ പവിത്രമായി സൂക്ഷിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. അതുപോലെ ഒരാൾക്ക് ഒരു ഭവനം ഉണ്ടെങ്കിൽ ആ ഭവനത്തെ അടുക്കും വൃത്തിയും വെടിപ്പുമായി സൂക്ഷിക്കേണ്ടത് ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ബാധ്യതയാണ്. ഇതൊക്കെ പ്രവൃത്തിയിലൂടെ മാത്രം സാധിച്ചെടുക്കാവുന്ന കാര്യമാണ്. നിങ്ങളുടെ ആരാധനാലയങ്ങളും നിങ്ങളുടെ വീടുകളും കച്ചവട കേന്ദ്രങ്ങളാക്കി മാറ്റരുത്. കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാണ്. അവിടെ കച്ചവട കേന്ദ്രത്തിൽ നിങ്ങൾ കച്ചവടം നടത്തേണ്ടതാണ്. നിങ്ങളുടെ വീടിനെ കച്ചവട കേന്ദ്രമാക്കിയും നിങ്ങളുടെ ആരാധനാലയത്തെ മലീമസമാക്കിയും പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്ന തരത്തിലല്ല ആ പ്രവൃത്തി വരുന്നത്. നമുക്ക് പുരോഗതി വേണമല്ലോ ഓരോ കാര്യത്തിനും. നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ്? ഉസ്കുൻ അൻത വ സൗജുക ഫിൽ ജന്ന, നീയും നിൻ്റെ ഭാര്യയും സമാധാനത്തോടെ സന്തോഷത്തോടെ ആ സ്വർഗത്തിൽ നിങ്ങൾ കഴിയുക. ആ സ്വർഗീയ ആരാമമാണ് ഓരോ ഭവനങ്ങളും. ആ ഭവനങ്ങളിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ജോലി ചെയ്ത് വേല ചെയ്ത് കഷ്ടപ്പെട്ട് മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഒന്ന് നിദ്ര ചെയ്യണം, നിങ്ങൾക്കൊന്ന് ഉറങ്ങണം, നിങ്ങൾക്ക് അല്പനേരം ഇബാദത്ത് ചെയ്യണം. അങ്ങനെ എല്ലാ നിലയിലും നന്മയുടെ വിളനിലമായിരിക്കേണ്ട ഒരു ഭവനത്ത് നിങ്ങളുടെ കച്ചവടവും വ്യാപാരങ്ങളും നടത്തുന്ന സാധനങ്ങളുടെ ഒരു ശൃംഖല തന്നെ സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ഒരു സമാധാനം ഉണ്ടാകുന്നത്? അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് ഇടുകയാണ്. ഇതുപോലെ ആളുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂട്ടിക്കുഴയ്ക്കുകയാണ്. നന്മയെയും തിന്മയെയും വേർതിരിച്ച് നിർത്തി
വേണ്ട കാര്യങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന് പകരം വേണ്ടാത്തതും വേണ്ടുന്നതുമായ കാര്യങ്ങളെ മിശ്രിതമാക്കിയിട്ട് അവർക്ക് പുരോഗതിക്ക് പകരം അധോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്കും അത് പ്രയാസകരമായി വരുന്നു. നമ്മളെല്ലാ കാര്യത്തിനും മാതൃക ഉള്ളവരായിരിക്കണം. ആ മാതൃക നമ്മൾ സൃഷ്ടിക്കണമെങ്കിൽ അറിവുള്ളവർ പറയുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അറിവ് നേടുക. ആ അറിവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഹാറൂത്തിനും മാറൂത്തും തങ്ങൾ ആർജിച്ചെടുത്ത അറിവ് അവർ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തു. അതിൻ്റെ എല്ലാ വിവരങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്തു. എന്നാൽ എന്താ സംഭവിച്ചത്? അവരത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറല്ല. അവരുടെ സ്വാർത്ഥപരമായ കാരണങ്ങൾ കൊണ്ട് അവർ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോകുന്നതിന് പര്യാപ്തമായ വഴികൾ സ്വീകരിക്കുന്നില്ല. അവർ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഒരു ശാന്തിയും സമാധാനവും ഇല്ലാത്ത നിലയിൽ, ഒരു പുരോഗതിയും ഇല്ലാത്ത നിലയിൽ എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്നുള്ളതിനെക്കുറിച്ചൊരു ചിന്തയില്ലാതെ, അതിന് വളരെ വലിയ ഒരു പാഠമാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള ഈ ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടിയ അറിവിനെ ഇഫ് പുട്ട് ടു ഗുഡ് യൂസ്, നിങ്ങളത് നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ, കുഡ് സെർവ് എ ഗുഡ് പർപ്പസ്, അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. എങ്ങനെയാണ് ആളുകൾ പുരോഗതി പ്രാപിക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കാണണം. അവരുടെ നിരന്തരമായ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. ഇതുപോലെയാണ് സ്വർഗതീയമായ കാര്യങ്ങളും. നമ്മുടെ നിരന്തരമായ അധ്വാനം കൊണ്ടാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം അല്ലാഹു തആല നൽകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് എടുക്കാൻ വയ്യാത്ത ഭാരമൊന്നുമല്ല, കൃത്യനിഷ്ഠ അനുസരിച്ച് പ്രവർത്തിക്കുക. Therefore, these two virtuous men, ഈ രണ്ടാളുകൾ, ഈ ബാബിലോൺ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്, ജനങ്ങളുടെ വലിയ തിക്കും തിരക്കുമുള്ള. അന്ന് പണ്ട് കാലം മുതലേ ശാസ്ത്രജ്ഞാനത്തിൻ്റെ ഈറ്റില്ലമെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഉള്ള ആ സ്ഥലത്ത് അവർ ദീസ് ടു വെർച്വസ് മെൻ, ഈ നല്ലവരായ രണ്ടാളുകൾ, നെവർ ടാറ്റ് എനിവൺ എനിതിങ് വിത്തൗട്ട് ഫസ്റ്റ് വാണിംഗ് ദം. ഈ രണ്ട് പേര് ചേർന്ന് ഏറ്റവും നല്ല അധ്യാപനമാണ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? അവർക്ക് കിട്ടിയ അറിവ് സംബന്ധമായിട്ട് അവർക്ക് പകർന്നു കൊടുത്തു. എന്നിട്ട് വിത്തൗട്ട് ഫസ്റ്റ് വാണിംഗ് ദം, എന്നിട്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകാതെ ഒരറിവും പകർന്നു കൊടുത്തിട്ടില്ല. ഓഫ് ദ ട്രയൽ, അതായത് ക്ഷമതാ പരിശോധന നടത്തണം. ആൻഡ് ടെംപ്റ്റേഷൻ, അതുപോലെ വശീകരണം. ഓഫ് നോളജ്, അറിവ് കിട്ടണമെന്നുള്ള ഒരു വശീകരണം. എനിക്ക് അറിവ് വേണം, എനിക്കൊരു പുതിയ അറിവ് കിട്ടി, ആ അറിവനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കണം, അങ്ങനെ എനിക്ക് ഉയരണം എന്നുള്ള ആ ഒരു ടെംപ്റ്റേഷൻ, ഒരു വശീകരണം ഉണ്ടാകുന്നതിന് വേണ്ടി. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും ട്രയൽ, ക്ഷമതാ പരിശോധന. നിങ്ങൾ അതിൽ വിജയിച്ചോ? അത് കറക്റ്റായിട്ട്, ഇപ്പോൾ ഒരു വണ്ടി തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതിന് എയറുണ്ടോ, അതുപോലെ ഓയിലിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പെട്രോളുണ്ടോ, ഇതൊക്കെ ഒന്ന് ക്ഷമതാ പരിശോധന നോക്കിയിട്ടാണ് അത് ഓടിക്കാൻ സജ്ജമാണോ എന്ന് നോക്കുന്നത്. ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിയും ഓരോ ദിവസം കഴിയുന്തോറും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതൊരു മാതൃക തന്നെ ലോകത്തിന് സൃഷ്ടിക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് ഇതൊന്നും സാധിക്കത്തില്ല. ഇതൊന്നും അത്ര പരിവർത്തന വിധേയമാകാൻ തയ്യാറാകാത്തവർക്ക് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ദെയർഫോർ ദീസ് ടു വെർച്വസ് മെൻ, ഈ രണ്ടാളുകൾ, നെവർ ടാട്ട് എനിതിങ് വിത്തൗട്ട് ഫസ്റ്റ് വാൺ. അവരാർക്ക് എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു മുന്നറിയിപ്പ് ആദ്യമേ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഓഫ് ട്രയൽ ആൻഡ് ടെംപ്റ്റേഷൻ ഓഫ് നോളജ്, നിങ്ങൾക്ക് കിട്ടുന്ന ഈ അറിവിനെ വശീകരിച്ചെടുത്ത് അതിൻ്റെ ക്ഷമതാ പരിശോധന, അത് പുട്ട് ഇൻ ടു പ്രാക്ടിക്കൽ, അത് പ്രവൃത്തിപഥത്തിൽ ഇത് പരിശോധിക്കാം. ഇഫ് ദേ പാസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഈവിൾ മൈൻഡഡ് പീപ്പിൾ. അപ്പോൾ ഈ മോശപ്പെട്ട ആളുകളിലേക്ക് ഈ അറിവ് കൊടുക്കുമ്പോൾ ഈ വാണിംഗ് കൊടുത്താണ്, നിങ്ങൾ ഇന്നപോലെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു
മുന്നറിയിപ്പും കൊടുത്തിട്ടായിരിക്കും ഈ ഈ ആളുകൾ അവരുടെ ഈ അറിവിനെ അങ്ങോട്ട് പകരുന്നത്. പക്ഷേ ഈ അറിവ് പകരുന്ന അത്തരത്തിലുള്ള ആളുകൾ ഈ അറിവിനെ വേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ തയ്യാറല്ല. ഈവിൾ മൈൻഡഡ് പീപ്പിളാണ്. അതുകൊണ്ടാണ് അവർക്കിത് സ്വീകരിക്കുവാനും ഇത് നടപ്പിലാക്കാനും ഒക്കാത്തത്. അവരുടെ മനസ്സ് മലീമസമാണ്. അവർ പറഞ്ഞാൽ അത് വേണ്ടതുപോലെ കേൾക്കുന്നില്ല. പ്രവർത്തിക്കാൻ പറഞ്ഞാൽ വേണ്ടതുപോലെ അവർ പ്രവർത്തിക്കുന്നില്ല. എല്ലാം ഒരു 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 പ്രത്യേക രീതിയിലുള്ള രോഗികളാണെന്ന് നമുക്ക് പറയാം. ഈ മാനസിക മായി വൈകല്യം സംഭവിച്ച ആളുകൾ. അതുകൊണ്ടാണ് ഗാന്ധിജി ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, ഈ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഇത് നോളജിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് ആൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യൻ്റെ സർവ്വതോമുഖമായ വികാസമാണത്. അവൻ എല്ലാ നിലയിലും ആ വികാസം അവനെത്തിയില്ല എങ്കിൽ അവന് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലെന്ന്. അവൻ്റെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അവന് ശരീരമുണ്ട്, ആ ശരീരം പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമായിരിക്കണം. അത് പ്രവർത്തിക്കുന്നതിനാവശ്യമായ നിലയിലുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും അവൻ ചെയ്തുകൊണ്ടിരുന്നേ പറ്റൂ. ഫിസിക്കൽ ഡെവലപ്മെൻറ്റുണ്ട്. അതുപോലെ മെൻ്റൽ ഡെവലപ്മെൻറ്റ്, അവൻ്റെ മനസ്സ് അനുയോജ്യമായ നിലയിൽ, സമൂഹത്തിനും തനിക്കും അനുഗുണമായ നിലയിൽ അവൻ്റെ മാനസിക വളർച്ച. അതുപോലെ അവൻ്റെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, അവൻ്റെ ബൗദ്ധികമായിട്ടുള്ള വളർച്ച. അവൻ്റെ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ആ ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, ഒടുവിൽ ആത്മീയമായ നിലയിലുള്ള വളർച്ച. അപ്പോൾ ഈ 3-4 വളർച്ച മനുഷ്യനിൽ പൂർണ്ണമായെങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ പ്രവർത്തിക്കുകയുള്ളൂ, ഒരു പൂർണ്ണ മനുഷ്യനാവും. അല്ല എങ്കിൽ ഈ കാര്യം പറയുന്ന മനുഷ്യനെ മറ്റൊരു വെടിവെച്ച് കൊല്ലും. കാരണം ഇവരെല്ലാം മഹാരോഗികളാണ്. ഈ രോഗികളുടെ അടുത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് കേൾക്കുന്നില്ല. പക്ഷേ എന്നാൽ ഈ അറിവ് പകർന്നു കൊടുക്കാതിരിക്കാൻ നോക്കുമോ? അങ്ങനെ പകർന്നു കൊടുത്തു. ഇതുപോലെ ഈ 2 വെർച്വസ് മെൻ, ഈ നല്ലവരായ ആളുകൾ, അവർക്ക് തൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ ഈ പ്രേരണ, അറിവ് കരസ്ഥമാക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രേരണ ചെലുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇതനുസരിച്ച് നല്ല കാര്യത്തിന് നിങ്ങളിത് ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ഈവിൾ മൈൻഡഡ് പീപ്പിൾ എന്ന നിലയിലേക്ക് നിങ്ങൾ ഇത് വേണ്ടതുപോലെ ഉപയോഗിക്കാതെ വരുമ്പോൾ ഇത് വളരെ വലിയ ദോഷങ്ങൾ അവരിലേക്ക് വന്നിരുന്നു. അത് അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ബീയിങ് മെൻ ഓഫ് ഇൻസൈറ്റ്, ഉൾക്കാഴ്ചയുള്ള ആളുകൾ എന്ന നിലയിൽ, ദേ ആൾസോ സാ ദ ബ്ലാസ്ഫമി that might rise to the lips of the evil ones, arrogantly filled up with the signs and warn them against it. ഉൾക്കാഴ്ച ഉള്ള ആളുകൾ എന്നുള്ള നിലയിൽ ദേ ആൾസോ സാ ദ ബ്ലാസ്ഫമി, ഇവരിങ്ങനെ മോശം കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മോശം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത് ഈ ആളുകൾ. ദാറ്റ് മൈറ്റ് റൈസ് ടു ദ ലിപ്സ് ഓഫ്, അവരുടെ ചുണ്ടുകളിൽ നിന്ന് വരുന്നതെല്ലാം ദ ഈവിൾ വൺസ്, ഈ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഒരു വാക്കും പ്രവൃത്തിയുണ്ടല്ലോ, പ്രവൃത്തിയില്ല, ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വൺസ് അറഗൻലി ഫിൽഡപ്പ്, അത് അപഹരിച്ചെടുക്കുകയാണ് വിത്ത് സയൻസ് ആൻഡ് വാൺ ദം എഗൻസ്റ്റ് ഇറ്റ്. ഈ ശാസ്ത്രീയമായ ഈ ജ്ഞാനങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അതിനെ അനീതിയായിട്ട് അന്യായമായി സ്വാധീനിച്ച് ഒരു പ്രയോജനവുമില്ലാത്ത നിലയിലേക്ക്, ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിരുന്ന് സംസാരിക്കും, അതിനെ അങ്ങനെ ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ആക്കി, അത് ഇത് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനാവും അങ്ങനാവും എന്നൊക്കെ ഇങ്ങനെ വെറുതെ വാചക കസരത്തുകൾ ഇങ്ങനെ പറയുമെങ്കിൽ നമുക്കതിലൊന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ അല്ല അറിവിനെ ഉപയോഗിക്കേണ്ടതെന്നും, അറിവിനെ വേണ്ടതുപോലെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ നിങ്ങളെ തന്നെ വധിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സ്വയം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു എക്സ്റ്റേണലായിട്ട് ആരും വന്നു നിങ്ങളെ പരാജയപ്പെടുത്തുന്നതല്ല, നിങ്ങൾ സ്വയം പരാജയപ്പെടാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഈവിൾ മൈൻഡഡ് ആയിട്ടുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ എത്രയോ സ്ഥലങ്ങളിൽ ഖുർആൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ബുദ്ധി തന്നില്ലയോ, നിങ്ങൾ ചിന്താശേഷിയില്ലാണോ, നിങ്ങളത് നോക്കിക്കാണുന്നില്ലയോ, നിങ്ങളത് വേണ്ടതുപോലെ ചെയ്യുന്നില്ലേ
നിങ്ങൾക്ക് കാര്യശേഷി നൽകിയില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് മനുഷ്യൻ ഓരോ ദിവസം കഴിയുന്തോറും പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മഹാരഥന്മാരായ ആളുകൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അവർ പകർന്നു നൽകിയ അറിവ് ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. അത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ സർവ്വതോമുഖമായ പുരോഗതിക്ക് അത് കാരണമായി തീരും. അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ സർവനാശവുമായിരിക്കും സംഭവിക്കുക. വിശുദ്ധ ഖുർആൻ്റെ തുടർന്നുള്ള മറ്റ് പാഠങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.